16-ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കാൻ ഇനി അരമണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ കൂടുതൽ അവരുടെ താളമേളങ്ങളും നൃത്ത ചുവടുകളും ഒക്കെയായി തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പ്രവർത്തകർ കൂടുതൽ ആവേശത്തിലേക്ക് പോകുന്നു. ഇനി അരമണിക്കൂറിന് ശേഷം വിലയിരുത്തലിൻ്റെ ഒരു ദിനം അതിലേക്ക് കടക്കുന്ന ഒരു നിമിഷമാണ്. ഓരോ റിപ്പോർട്ടർമാർ പ്രതിനിധികൾ ഓരോ മണ്ഡലത്തിലെ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കസ്തൂരിരംഗൻ വിഷയം കത്തിപ്പടരുന്ന തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമായ ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് നമ്മോടൊപ്പം ചേരുന്നു. സാലി, ഇടുക്കിയിലെ കലാശക്കൊട്ടിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ. സാലി, ഏറ്റവും നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, കലാശക്കൊട്ടിന്റെ ആവേശം. സാലിയിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. എല്ലാ മണ്ഡലങ്ങളിലും തികഞ്ഞ ആവേശം. ഒരുപക്ഷെ പ്രതിനിധികൾക്ക് പോലും ചോദിക്കുന്ന ചോദ്യം പോലും കേൾക്കാൻ കഴിയാത്ത വിധം പ്രവർത്തകർ ആവേശത്തോടുകൂടി നൃത്ത ചുവടുകൂടി പാട്ടും കുരവയുമൊക്കെ ഇട്ട് തന്നെ ഈ അവസാന നിമിഷത്തെ വരവേൽക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ തിരുവനന്തപുരം മേഖലയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ലെസ്ലി ജോൺ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ലെസ്ലി, പ്രവർത്തകരൊക്കെ തന്നെ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകർക്ക് ആവേശം പകരാൻ മണ്ഡലത്തിലെത്തിയോ? അവസാന നിമിഷത്തിൽ നൽകാൻ കഴിയുന്ന ആ ഒരു പ്രവർത്തകരുടെ ആവേശം. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരുപക്ഷെ ശശി തരൂരും ബെനറ്റ് എബ്രഹാമും ഒപ്പം BJPയുടെ ഒ രാജഗോപാൽ കൂടി ഏറ്റുമുട്ടുന്ന മണ്ഡലം. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി കൂടി പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മാറ്റുരയ്ക്കുന്ന ഒരു മണ്ഡലം എന്ന പ്രത്യേകത കൂടി തിരുവനന്തപുരത്തിനുണ്ട്. പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ ആരും തന്നെ കലാശക്കൊട്ടിനെ എത്തിയിട്ടില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. അതേസമയം മൂന്ന് മുന്നണികളും തികഞ്ഞ ആവേശത്തോടു കൂടി തന്നെ കലാശക്കൊട്ടിനെ സമീപിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകരും ഒപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ BJPയുടെയും കോൺഗ്രസിൻ്റെ UDFിൻ്റെയും LDFിൻ്റെയും പ്രവർത്തകർ തികഞ്ഞ ആവേശത്തോടു കൂടി തന്നെ അവസാന നിമിഷത്തെ സമീപിക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. പ്രധാനമായും തിരുവനന്തപുരം മേഖലയിൽ, തെക്കൻ മേഖലയിൽ 4 മണ്ഡലങ്ങൾ, പത്തനംതിട്ട, ഒപ്പം ആറ്റിങ്ങൽ, കൊല്ലം, തിരുവനന്തപുരം 4 മണ്ഡലങ്ങളാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ 4 മണ്ഡലങ്ങളിലും വലിയ ശക്തമായ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അവസാന നിമിഷത്തിൽ കൂടുതൽ പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് കരുത്ത് തെളിയിക്കാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾ കടന്നിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ കൊല്ലത്ത് നിന്നും ഒപ്പം തിരുവനന്തപുരത്തു നിന്നും നൽകി വരുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ, നിരവധി പേർ രാഷ്ട്രീയ കക്ഷികളുടെ കുടക്കീഴിൽ അണിനിരന്നുകൊണ്ട് തന്നെ കരുത്ത് തെളിയിക്കാൻ അവർ എത്തുന്നു എന്ന വിവരമാണ് നൽകാൻ കഴിയുന്നത്. ഇപ്പോൾ സജേഷ് നമ്മോടൊപ്പം, MR സജേഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. സജേഷ്, തിരുവനന്തപുരത്തെ കലാശക്കൊട്ടിൻ്റെ അവസാന നിമിഷം, പരസ്യപ്രചരണത്തിൻ്റെ അവസാന നിമിഷത്തെ കുറിച്ചുള്ള വിവരങ്ങൾ. സജേഷ്. പ്രജീഷ്, കലാശക്കൊട്ടിന്റെ ഭാഗമായുള്ള റോഡ് ഷോ ഇപ്പോൾ നടക്കുകയാണ്. പ്രജീഷ്, കലാശക്കൊട്ടിന്റെ ഭാഗമായുള്ള റോഡ് ഷോ ഇപ്പോൾ നടക്കുകയാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കലാശക്കൊട്ട് നടക്കുന്ന പേരൂർക്കടയിൽ ഇപ്പോഴുള്ളത്. വലിയ ആവേശമാണ് ഇവിടെ എങ്ങും കാണാനുള്ളത്. പ്രവർത്തകർ കൊടികൾ ആകാശത്തേക്ക് ഉയർത്തിയും സ്ഥാനാർത്ഥികളുടെയും സ്വന്തം പാർട്ടികളുടെ ദേശീയ സംസ്ഥാന നേതാക്കളുടെയും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. 6 മണിവരെയാണ് റോഡ് ഷോ ഉള്ളത്. അതിനുള്ളിൽ സ്ഥാനാർത്ഥികൾ 3 പേരും ഇവിടെ എത്തും. തിരുവനന്തപുരത്ത് നമുക്കറിയാവുന്നതുപോലെ ശക്തമായ ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. ഇരു മുന്നണികളും ഒപ്പം BJPയും അതേ ശക്തി പ്രകടനം ഈ അവസാന ഘട്ടത്തിലുള്ള കൊട്ടിക്കലാശത്തിലും കാണിക്കുന്നു. ഈ കൊട്ടിക്കലാശമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ അല്പസമയത്തിനകം തന്നെ ഈ കൊട്ടിക്കലാശം നടക്കുന്ന പേരൂർക്കട ജംഗ്ഷനിലെത്തും. ആവേശം ഇപ്പോഴും വാനോളം ഉയർന്നിരിക്കുകയാണ്. വർണ്ണാഭമായ ബലൂണുകളും കൊടിതോരണങ്ങളുമാണ് വാനിലെങ്ങും കാണാൻ കഴിയുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഈ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കാണുന്നതിനായി റോഡിൻ്റെ ഇരുവശങ്ങളിലും നൂറുകണക്കിന് ആളുകളാണ് തടിച്ചു കൂടിയിട്ടുള്ളത്. അക്ഷരാർത്ഥത്തിൽ തന്നെ വലിയ തോതിലുള്ള ആവേശമാണ് പേരൂർക്കടയിൽ എങ്ങും കാണാനുള്ളത്.